മുഖ്യമന്ത്രിയെ ഉന്നമിട്ട് പ്രതിപക്ഷം. എക്സാലോജിക് CMRL ഇടപാട് സംബന്ധിച്ച രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിച്ചത് CPIM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു. വ്യവസായ വകുപ്പിന് കീഴിലുള്ള KSIDCക്ക് ഓഹരികളുള്ള സ്ഥാപനമാണ് CMRL. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയും CMRL-ഉം തമ്മിലുള്ളത് തത്പര കക്ഷികളുടെ ചട്ടവിരുദ്ധമായ ഇടപാട് എന്നാണ് ROC റിപ്പോർട്ടിൽ പറയുന്നത്. എക്സാലോജിക്കിന്റെ പേരിൽ മുഖ്യമന്ത്രിക്കെതിരെ ബോധപൂർവമായ രാഷ്ട്രീയ പ്രചാരണം നടക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വസ്തുതകളുള്ള റിപ്പോർട്ടുകളല്ല പുറത്തുവരുന്നത്. തെരഞ്ഞെടുപ്പ് വരെ ഇനിയും നിരവധി കാര്യങ്ങൾ വരും. പുകമറ സൃഷ്ടിച്ച് മുഖ്യമന്ത്രിയിലേക്കുള്ള വഴി ഇതാ എന്ന് പ്രഖ്യാപിക്കലാണ് ഇപ്പോൾ നടക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. രാഷ്ട്രീയമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെയും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെയും പരിസ്ഥിതിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ രാഷ്ട്രീയമായ നീക്കമാണ്. ആ നീക്കമാണ് എന്ന് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പൊതുവെ ആ കാര്യം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് കാര്യമില്ല. അതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഇനി ഓരോ ദിവസവും വരുന്ന ഇലക്ഷൻ വരെ, എപ്പോഴാണോ ഇലക്ഷൻ തീരുന്നത് അതുവരെ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഇനിയും വന്നുകൊണ്ടേ ഇരിക്കും. അന്വേഷണം നടത്തി ഒരു പുകമറ സൃഷ്ടിച്ച് മുഖ്യമന്ത്രിയിലേക്ക് എത്താനുള്ള വഴി ഇതാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് വളരെ വളരെ തെറ്റായ ഒരു നിലപാടാണ്. ഇത് തെരഞ്ഞെടുപ്പിന്റെ കേളിക്കൂട്ട് എന്ന രീതിയിലുള്ള പ്രചരണത്തിന് മാത്രമാണ് അവരുദ്ദേശിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഏത് പൊതുമേഖലാ സ്ഥാപനത്തിലും എന്ത് നടന്നാലും മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന് പറയുന്നത് യുക്തിരഹിതമാണെന്ന് മന്ത്രി P രാജീവ് പ്രതികരിച്ചു. ഇത് സംബന്ധിച്ച് KSIDCയോട് ചോദിച്ച കാര്യങ്ങൾക്ക് ആ സമയത്ത് തന്നെ KSIDC മറുപടി നൽകിയിട്ടുണ്ടെന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരം സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ ഏത് പൊതുമേഖലാ സ്ഥാപനത്തിലും പിന്നെ എന്ത് നടന്നാലും അത് മുഖ്യമന്ത്രി ആയിരിക്കും അതിന് പങ്ക് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ യുക്തിക്ക് നിരക്കുന്നതല്ല. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ കൃത്യമാണെങ്കിൽ അത് പൊതുജനങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിച്ചു. രണ്ട് കമ്പനികളും തമ്മിൽ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടോ? എക്സാലോജിക് കമ്പനി CMRL-ന് സോഫ്റ്റ്വെയർ സർവീസ് നടത്തി കൊടുത്തിട്ടുണ്ടോ? എന്ത് സോഫ്റ്റ്വെയർ സർവീസാണ് നടത്തി കൊടുത്തതെന്നുള്ള തെളിവുകൾ AK ബാല ഹാജരാക്കിയാലും മതി. അപ്പം മുരളീധരൻ ഇതിൻ്റെ അകത്തൊരു പ്രതിയാണ് എന്ന് വെച്ചാൽ ഇടനിലക്കാരനാണ്. ഈ പിണറായി വിജയനും സംഘപരിവാറുമായിട്ടുള്ള സെറ്റിൽമെന്റിന്റെ ഇടനിലക്കാരനാണ്. അതാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, അതുപോലെ തന്നെ ലൈഫ് മിഷൻ കോഴ കേസ്, SNC ലാവ്ലിൻ കേസ്. ഇത്തരം കേസുകളിൽ സംഘപരിവാറും പിണറായി വിജയനുമായിട്ട് സെറ്റിൽമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. വിഷയം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് K മുരളീധരൻ MP ആവശ്യപ്പെട്ടു. ഇതിനെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണം. കേന്ദ്ര ഏജൻസികൾ മാത്രം അന്വേഷിച്ചാൽ സത്യം പുറത്തു വരില്ല. ദുരന്തം എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ച അന്തർധാര ഏതാണ്ട് വ്യക്തമായിക്കഴിഞ്ഞു. കൊച്ചിയിലെ പ്രസംഗത്തിൽ കേന്ദ്രത്തിനെക്കുറിച്ച് ഒരു പരാതിയില്ല. 8-ാം തീയതി സമരം ചെയ്യാൻ പോവാണ് കേന്ദ്രത്തിനെതിരെ എന്ന മുഖ്യമന്ത്രി പ്രധാനമന്ത്രി അടുത്ത് കിട്ടിയിട്ട് പോലും അതിനെക്കുറിച്ച് കമാശം വേണ്ടിയിട്ടില്ല. ഇന്ന് സംഭവിച്ച ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി സലിം മാലിക് തത്സമയം ചേരുന്നു. സലിം, ഇന്നലെയാണ് കൂടുതൽ വിവരങ്ങൾ ROC റിപ്പോർട്ടിലെ ഉള്ളത് പുറത്തു വന്നത്. അതിൽ മുഖ്യമന്ത്രിയുടെ പേര് കൂടിയുണ്ട് എന്നുള്ളതാണ് ഈ വിവാദത്തെ കൂടുതൽ കൊഴുപ്പിച്ചത്. മുഖ്യമന്ത്രിക്ക് പരോക്ഷ നിയന്ത്രണമുണ്ട്. അത് KSIDCക്ക് ഓഹരിയുള്ളതിന്റെ പേരിലാണ് CMRL പരോക്ഷ നിയന്ത്രണം എന്നൊരു പരാമർശം അതിൽ വന്നിട്ടുള്ളത്. അതിന്മേലാണ് ഇപ്പോൾ മന്ത്രി P രാജീവിന്റെ പ്രതികരണം നമ്മൾ കണ്ടത്. പിന്നീട് LDF കൺവീനർ പ്രതികരിക്കുന്നത് കണ്ടു. ഏറ്റവും ഒടുവിലായി CPIM സംസ്ഥാന സെക്രട്ടറിയും പ്രതികരിക്കുന്നു. ഇന്ന് ഈ വിഷയം സെക്രട്ടേറിയറ്റ് പരിഗണിച്ചിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല. ഒരുപക്ഷെ സലീമിന് അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഇതിലെന്താണ് പാർട്ടിയുടെ നിലപാട് സലീം? ഈ വിഷയത്തിൽ ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ളത് തന്നെ ഇത് രാഷ്ട്രീയ നീക്കമാണ്, രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലുള്ളത് എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഇതെങ്ങനെയാണ് സാങ്കേതികമായി ഇതിനെ പ്രതിരോധിക്കാൻ പാർട്ടി നീക്കം നടത്തുന്നത്? അനുജ, രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് മറുപടി പറയാൻ വല്ലാതെ CPIM ബുദ്ധിമുട്ടുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അത് ഒരേ സമയം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CMRL-ന് KSIDCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഹരി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം. അതേസമയം തന്നെ ഈ ROC റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ മകളുടേതിന് പുറമെ മുഖ്യമന്ത്രിയുടെ പേര് കൂടി ഉണ്ട് എന്നുള്ളതൊരു വ്യക്തമായതോടുകൂടി അത് വലിയ നിലയിൽ പ്രതിരോധിക്കാൻ പാടുപെടുന്നു. മാത്രമല്ല പ്രതിപക്ഷം അതിനെ വലിയ നിലയിൽ ഒരു രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്യുന്നു.
എത്ര കണ്ട് ഇതൊരു രാഷ്ട്രീയ പ്രതിരോധം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രചരണം മാത്രമാണ് എന്ന് പറയും എന്നുള്ള കാര്യത്തിലും വ്യക്തതക്കുറവുണ്ട്. കാരണം വലിയ നിലയിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ എക്സാലോജിക്കും CMRL തമ്മിലുള്ള ഇടപാടിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായും പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം നിലവിലുള്ള ഈ രേഖകൾ അത് സുതാര്യമാണെങ്കിൽ അത് പുറത്തുവിടാൻ തയ്യാറാവണം എന്നുള്ളതാണ്. അത് ആ നിലയിൽ ഒരു വെല്ലുവിളി തന്നെ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം കെ മുരളീധരനൊക്കെ ഒരു പടി കൂടി കടന്ന് അതിൽ അഭിപ്രായം പറഞ്ഞത് കേന്ദ്രമന്ത്രി വി മുരളീധരനും CPIയും തമ്മിലുള്ള ഒരു രഹസ്യധാരണയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇടപാട് എന്നുള്ളതാണ്. അതേസമയം BJP ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉന്നയിക്കുന്നത് അത് കോൺഗ്രസും CPIഎമ്മും തമ്മിലുള്ള ഒരു അന്തർധാരയുടെ ഭാഗമാണ്. കാരണം ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ എക്സാലോജിക് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ്. ബാംഗ്ലൂർ കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അവിടെ വെച്ച് ഒരു സുഗമമായ ഒരു അന്വേഷണം ഉണ്ടായാൽ തന്നെ ഇതിലെ നെല്ലും പതിരും തിരിച്ചറിയാൻ കഴിയും. പക്ഷേ അതിന് കോൺഗ്രസ് തയ്യാറാവുന്നില്ല. പ്രതിപക്ഷ നേതാവ് പോലും അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നില്ല എന്ന് പറയുന്നു. മാത്രമല്ല ഈ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇത് പ്രതിപക്ഷം ഉന്നയിക്കുമോ എന്നുള്ളത്, കാരണം നിയമസഭയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയുടെ സഭാ ചട്ടങ്ങൾക്ക് എതിരായാണ് പ്രവർത്തിച്ചത് എന്നുള്ളൊരു ആരോപണം വി മുരളീധരൻ ഉന്നയിക്കുന്നു. അല്പസമയം മുൻപ് ഈ MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഇത് പൂർണ്ണമായും ഒരു രാഷ്ട്രീയ വിഷയം മാത്രമാണ് എന്നുള്ള നിലയിലുമാണ്. എന്തായാലും CPIഎം പ്രതിരോധിക്കാൻ കഷ്ടപ്പെടുന്നുണ്ട്. ഇന്നത്തെ CPIഎം സെക്രട്ടേറിയറ്റിൽ ഇക്കാര്യം ചർച്ച ചെയ്തു എന്നുള്ള കാര്യം വ്യക്തമല്ല. അതേസമയം CPIഎം വൃത്തങ്ങൾ സൂചിപ്പിക്കുന്ന ഈ വിഷയം ചർച്ച ചെയ്തില്ല. മാത്രമല്ല മറ്റ് സമര പരിപാടികൾ മാത്രമാണ് ചർച്ച ചെയ്തത് എന്നുള്ളതാണ് അവർ സൂചിപ്പിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയമായ അടുത്ത ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നിയമസഭ കൂടി ആരംഭിക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ വീണ്ടും ഒരു സഭാ സമ്മേളനത്തിലും ഈ മാസപ്പടി വിവാദവും തന്നെ CMRLന്റെയും എക്സാലോജിക്കിന്റെയും ഒക്കെ പേരൊക്കെ ഉയർന്നു കേൾക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സലിം, ഇതിൽ ഈ മുഖ്യമന്ത്രിക്ക് പരോക്ഷ വിമർശനം വന്ന സാഹചര്യത്തിൽ ഇന്ന് പി രാജീവിന്റെ പ്രതികരണം രാവിലെ വന്നത് പല സ്വകാര്യ സ്ഥാപനങ്ങളിലും ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഓഹരിയുണ്ട്, അതുപോലെ KSIDCക്കും CMRL ഓഹരിയുണ്ട്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനില്ല. മറ്റൊന്ന്, ഈ ഓഹരി എടുത്തത് 91-95 കാലയളവിലാണ്. അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നില്ല എന്നൊരു പ്രതിരോധം അദ്ദേഹം തീർക്കുന്നുണ്ടായിരുന്നു. അത് പിന്നീട് MV ഗോവിന്ദനും ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. എന്നാൽ വീണ വിജയൻ എന്തുകൊണ്ട് രേഖകൾ ഹാജരാക്കിയില്ല എന്ന അത് ROC റിപ്പോർട്ടിൽ പ്രത്യേക പരാമർശമായി തന്നെ ഉള്ളതാണ്. അതിന് കൃത്യമായി മറുപടി നൽകാൻ ഇന്ന് MV ഗോവിന്ദന് സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനുജ, ഇന്ന് രാവിലെ മുതൽ മന്ത്രിമാരും CPIഎം വൃത്തങ്ങളും ഒക്കെ സ്വീകരിക്കുന്ന ഒരു പ്രതിരോധം അത് KSDCയെ മറയാക്കി മാത്രമാണ്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായുള്ള ഒരു പ്രതിരോധം ഈ ഓഹരി വാങ്ങിയിരിക്കുന്നത് 1991-95 കാലയളവിലാണ് എന്നുള്ളതാണ് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞത്. മാത്രമല്ല KSIDC അതൊരു ആ സ്ഥാപനത്തിൽ സർക്കാർ ഇടപെടേണ്ട കാര്യമില്ല, അതിനപ്പുറത്തേക്ക് അതിൽ പരിണിതപ്രജ്ഞരായ നിരവധി നേതാക്കളും പ്രവർത്തകരുമായിരുന്നു അതിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് സുഗമമായി നടക്കുന്നൊരു കമ്പനി എന്ന നിലയിൽ തന്നെയാണ് കാണുന്നത്. മാത്രമല്ല 75-ലധികം വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഷെയറുകൾ ഓഹരി KSDCയുമായി ബന്ധപ്പെട്ടുണ്ട്. അത് ഈ വ്യവസായത്തെ വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ തയ്യാറാക്കിയതാണ്. അതിനപ്പുറത്തേക്ക് അതിനെ മറ്റൊരു രീതിയിലും കാണേണ്ടതില്ല. അത് വർഷങ്ങളായുള്ള ഇടപാടാണ്. അത് ഒരു വലിയ സംഭവമായി കാണേണ്ടതില്ല എന്നുള്ളതാണ് മന്ത്രി പി രാജീവ് പറയുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഇടപാടുണ്ടായാൽ, അതിൽ എന്തെങ്കിലും വ്യവസായം ഉണ്ടായാൽ അതിലൊക്കെയും മുഖ്യമന്ത്രിയെ ഉൾപ്പെടുത്തുന്നതിൽ ഒരു യുക്തിരാഹിത്യമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് സംഭവം ഈ ROC റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന ഈ CMRLും ഒപ്പം തന്നെ എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാട്, ആ ഇടപാടുമായി ബന്ധപ്പെട്ടുണ്ടായ ചില പ്രശ്നങ്ങൾ, അവ്യക്തത ആ റിപ്പോർട്ടിൽ പൂർണ്ണമല്ല എന്നുള്ള അത്തരം ചോദ്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് KSDCയെ മുന്നിൽ നിർത്തിയുള്ള ഒരു പ്രതിരോധമാണ് ഇപ്പോൾ മന്ത്രിമാർ സൃഷ്ടിക്കുന്നത്. ശരി, KSIDCയെ മുന്നിൽ നിർത്തിയുള്ള ഒരു പ്രതിരോധം. എന്നാൽ വീണ വിജയൻ എന്തുകൊണ്ട് രേഖകൾ ഹാജരാക്കിയില്ല എന്നതിന് കൃത്യമായ മറുപടി MV ഗോവിന്ദൻ നൽകിയിട്ടില്ല. അത് പിന്നീട് വ്യക്തമാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് സംഭവിക്കുന്ന മറ്റൊരു വാർത്തയിലേക്ക്. അയോധ്യ ഒരുങ്ങുന്നു. അയോധ്യ ഭൂമി തർക്ക കേസിൽ വിധി പറഞ്ഞ സുപ്രീംകോടതി ബെഞ്ചിലെ ജഡ്ജിമാർക്ക് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം. മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, നിലവിലെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് എന്നിവർ ഉൾപ്പെടെ 5 പേർക്കാണ് ക്ഷണം. അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള പൂജകളും ചടങ്ങുകളും പുരോഗമിക്കുകയാണ്. താൽക്കാലിക ക്ഷേത്രത്തിൽ ഇന്നു മുതൽ പൊതുജനങ്ങൾക്ക് ദർശനം അനുവദിക്കില്ല. പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണമുള്ളവർക്ക് മാത്രമാണ് അയോധ്യ നഗരപരിധിയിൽ പ്രവേശനം. സുരക്ഷ വിലയിരുത്താൻ CRPFും ഉത്തർപ്രദേശ് പോലീസും ഇന്ന് യോഗം ചേരും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയോധ്യയിലെത്തി. ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് അയോധ്യ മേയർ ഗിരീഷ് പതി ത്രിപാഠി 24നോട് പറഞ്ഞു. पूरी तैयारी है और अच्छे से सारी तैयारियों को पिछले काफ़ी दिनों से हम लोग प्लान करके सारी चीज़ों को हम लोग कर रहे थे
तो कुल मिला के सारी तैयारियां प्रकाश की, सफाई की, पेयजल की, सैनिटेशन की, लोगों के रात्रि प्रवास की, ये सारी व्यवस्थाएं लगभग पूर्ण कर ली गई हैं और अच्छे से। प्राण प्रतिष्ठा में तो 8,000 ही लोग ही इन्वाइट हैं, लेकिन उसके बाद एक पब्लिक का मूवमेंट यहाँ पर राम भक्तों का मूवमेंट बढ़ेगा, इसके लिए भी हम लोग लगभग तैयार हैं। ശ്രീരാമൻ എല്ലാവരുടേതുമാണെന്നും പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ BJPക്കും RSSനും എന്ത് അധികാരമെന്നും ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള ചോദിച്ചു. क्या राम सिर्फ उस मंदिर में बसता है? क्या राम का और कोई घर नहीं है? यहाँ जो राम के मंदिर हैं वो क्या बेकार के लोग हैं, मंदिर हैं? राम हर जगह पे है, वो उस जगह पे भी है जहाँ मंदिर नहीं है, क्योंकि वो विश्व का राम है, वो एक तबके का राम नहीं है। ये बात याद रखिएगा। ये जो फैला रहे हैं हिंदू हिंदू हिंदू, वो गलत है। ये अपनी पुस्तकें नहीं जानते हैं। राम विश्व का राम है, याद रखिएगा। रशिया में कोई मंदिर है मगर राम वहाँ भी है, हर जगह राम है। അതിനിടെ അയോധ്യയിൽ പ്രതിഷ്ഠിക്കുന്ന രാംലല്ല വിഗ്രഹത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവന്നു. ശ്രീരാമന്റെ ബാലരൂപത്തിലുള്ള വിഗ്രഹമാണിത്. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ആർക്കെ 5 വയസ്സുള്ള രാമന്റെ വിഗ്രഹം, അതാണ് രാംലല്ല എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്നിപ്പോൾ പുറത്തുവന്ന ചിത്രം അത് മൂടിയിട്ടുണ്ട് തുണി വെച്ച്, പ്രത്യേകിച്ച് ചില ഭാഗങ്ങളൊക്കെ 51 ഇഞ്ച് വലിപ്പം എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇതിനോടകം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ചില പ്രത്യേക പൂജകളൊക്കെ ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് നടന്ന പൂജകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അഗ്നിപ്രവേശമാണ്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായിട്ട് ക്ഷേത്രത്തിൽ അഗ്നി ജ്വലിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചടങ്ങായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അതാണ് ഈ അഗ്നിപ്രവേശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഗ്നിദേവനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അഗ്നി ജ്വലിപ്പിക്കുക എന്നുള്ളതാണ് ഈ ചടങ്ങുകളുടെ ഭാഗം. ഏതാണ്ട് 100-ൽ അധികം സന്യാസി വര്യർ പങ്കെടുത്ത ചടങ്ങാണ് രാവിലെ ഈ അഗ്നിപ്രവേശനത്തിന്റെ ഭാഗമായിട്ട് നടന്നത്. അതിനുശേഷം മറ്റ് പൂജകൾ അനുബന്ധമായിട്ട് പ്രാണപ്രതിഷ്ഠയോട് അനുബന്ധമായിട്ടുള്ള പൂജകൾ നടന്നു. ഹവനം അടക്കമുള്ള ചടങ്ങുകളും പൂജകളും ആണ് ഇന്ന് നടന്ന് കൊണ്ടിരിക്കുന്നത്. രാത്രിയോടുകൂടി ഈ ചടങ്ങുകളെല്ലാം പൂർത്തിയാകും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുവരെ ദർശനം ഉണ്ടായിരുന്നത് ഈ താൽക്കാലിക ക്ഷേത്രത്തിലെ രാംലല്ല കാണാനായിട്ടുള്ള അനുവാദമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നു മുതൽ ആ താൽക്കാലിക ക്ഷേത്രത്തിലെ രാംലല്ല ദർശിക്കാനായിട്ടുള്ള അനുവാദം ഉണ്ടാകില്ല. ഈ രാംലല്ലയും ഗർഭഗൃഹത്തിലേക്ക് മാറ്റും. അത് നാളെയോടുകൂടി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. ഈ രാംലല്ല പഴയ ക്ഷേത്രത്തിൽ, താൽക്കാലിക ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന രാംലല്ല ഗർഭഗൃഹത്തിൽ ഇനി ഉത്സവ സമയങ്ങളിൽ ഒക്കെ അടക്കം പുറത്തെഴുന്നള്ളിക്കുക എന്ന വിധത്തിലാകും ഇനി ആ വിഗ്രഹം രാംലല്ല ഉപയോഗിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണ്. അനുജ സൂചിപ്പിച്ചതുപോലെ ബാലനായിട്ടുള്ള രാമന്റെ വിഗ്രഹത്തിന്റെ ചിത്രങ്ങൾ ഇന്ന് ട്രസ്റ്റ് പുറത്ത് വിട്ടിട്ടുണ്ട്. ഇത് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഗർഭഗൃഹത്തിലേക്ക് ഈ വിഗ്രഹം ഇന്നലെ എത്തിച്ചിരുന്നു. അതിന് തുടർച്ചയായിട്ടുള്ള ചടങ്ങുകളാണ് നടക്കുന്നത്. ഈ പൂജാ കർമ്മങ്ങൾ എല്ലാം 22-ാം തീയതി ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് വരെ നീളുന്ന പൂജാ ക്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. നിരവധി സന്യാസി വര്യന്മാരാണ് ഇതിന്റെ ഭാഗമായിട്ട് ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നിരവധി ഈ അവസാന ദിവസം താൽക്കാലിക ക്ഷേത്രം സന്ദർശിക്കാനായിട്ട് നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പുതുതായിട്ട് ആരെയും ഇനി ഈ അയോധ്യയിലേക്ക് അതിനിടയിലാണ് ഇതിലേക്ക് ക്ഷണം കിട്ടുന്നവരുടെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഇതിനോടകം തന്നെ പല ആളുകളുടെയും, അത് വിവിധ മേഖലകളിൽ പ്രശസ്തരായവർ, ക്രിക്കറ്റ് താരങ്ങളുണ്ട്, അതുപോലെ ബോളിവുഡ് താരങ്ങൾ, അങ്ങനെയൊക്കെയുള്ളവരുടെ പേരുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഇപ്പോൾ ഭൂമി തർക്ക കേസിൽ വിധി പറഞ്ഞ ആ ബെഞ്ച് ജഡ്ജിമാരെ മുഴുവൻ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഇപ്പോൾ രാമക്ഷേത്ര ട്രസ്റ്റ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതിന് വിവിധങ്ങളായിട്ടുള്ള പശ്ചാത്തലമുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള ഒരു വശം കൂടി അതിന്റെ ഭാഗമായി നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. 5 അംഗ ബെഞ്ചാണ് സുപ്രീം കോടതിയുടെ ജസ്റ്റിസ്, അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് രഞ്ജൻ ഗഗോയിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഈ കേസിൽ വിധി പറഞ്ഞത്. ഇന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് DY ചന്ദ്രചൂഡും ആ ബെഞ്ചിൽ അംഗമായിരുന്നു. അങ്ങനെയുള്ള ജസ്റ്റിസ് നസീർ അടക്കമുള്ളവർ ആ ബെഞ്ചിന്റെ ഭാഗമായിരുന്നു. ഈ
ബെഞ്ചിലെ 5 അംഗങ്ങളെയുമാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ട്രസ്റ്റ് ക്ഷണിച്ചിരിക്കുന്നത്. അവർ പങ്കെടുക്കുന്നത് ഈ ചടങ്ങിന് കൂടുതൽ മഹാത്മ്യം നൽകും എന്ന ഒരു നിലപാടാണ് ട്രസ്റ്റ് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. രാഷ്ട്രീയമായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിയിരുന്നു. അവധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ അടക്കം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഫാറൂഖ് അബ്ദുള്ള അടക്കമുള്ളവർ പറഞ്ഞത് രാമക്ഷേത്രത്തിലേക്ക് ആരുടെയും പ്രത്യേകം ക്ഷണം ആവശ്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ഷണം നടത്താനായിട്ട് BJPക്കോ RSSനോ എന്ത് അധികാരം എന്ന് അദ്ദേഹം ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു വശത്ത് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പുരോഗമിക്കുമ്പോഴും രാഷ്ട്രീയ വിവാദങ്ങൾ തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അയോധ്യയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് R രാധാകൃഷ്ണൻ നൽകിയത്. തിരികെ വാർത്തയിലേക്ക്. പ്രധാനമന്ത്രിക്കെതിരെ വന്ന വെളിപ്പെടുത്തൽ ഇന്ന് സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാകുന്നു. വാർത്തയിലേക്കാണ് ഇനി ഗുരുതര വെളിപ്പെടുത്തൽ. സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമം നടത്തിയെന്ന് വെളിപ്പെടുത്തൽ. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ മുൻ ജോയിന്റ് സെക്രട്ടറി BVR സുബ്രഹ്മണ്യത്തിന്റേതാണ് ഗുരുതര വെളിപ്പെടുത്തൽ. അന്വേഷണാത്മക മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. സംസ്ഥാന ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കാൻ ധനകാര്യ കമ്മീഷനുമായി പിൻവാതിൽ ചർച്ചകൾ നടത്തിയെന്ന് റിപ്പോർട്ടിലുണ്ട്. 14th Finance Commission, why they ready one? They raised the devolution to states to 42%. I was at the heart of the discussion, not hard, a tripartite discussion between Dr. Reddy, me and the Prime Minister. No finance ministry. Should it be 42 or 32 or some number in between? The previous number was 32. And in good, South Indian English, he told me in the end, Appa, brother, go and tell your boss, he has no choice. He said, go and tell your boss, he has no choice. It's interesting to understand why the Finance Commission's powers are there and what they stand for. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപും നടന്ന ഒരു സംഭവമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഏത് തരത്തിലേക്കാണ് ഫിനാൻസ് കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായതും പ്രധാനമന്ത്രിയുടെ നീക്കം പരാജയപ്പെട്ടത് പോയതും എന്നതല്ലേ വ്യക്തമാകുന്നത്? നേരത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്തൊക്കെ സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം കൂട്ടണമെന്നാവശ്യപ്പെട്ട നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ എങ്ങനെയാണ് അതിന് ഘടകവിരുദ്ധമായ നിലപാട് സ്വീകരിച്ചത് എന്നതുകൂടിയല്ലേ ഈ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത്? തീർച്ചയായും അനുജ, ഇതുമായി ബന്ധപ്പെട്ട പുറത്തു വന്നിരിക്കുന്ന വെളിപ്പെടുത്തൽ എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം BJPയെയും പ്രതിരോധത്തിൽ ആക്കുന്ന ഒന്ന് തന്നെയാണ്. കഴിഞ്ഞ വർഷം നടന്ന സെന്റർ ഫോർ സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രോഗ്രസിന്റെ സെമിനാറിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ മുൻ ജോയിന്റ് സെക്രട്ടറിയായ BVR സുബ്രഹ്മണ്യം ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ഈ ചർച്ച ധനകാര്യ കമ്മീഷനുമായി നടത്തിയ ചർച്ചകളുടെ ഭാഗമായിരുന്നു താൻ എന്ന് അടക്കമുള്ളതാണ് വെളിപ്പെടുത്തുന്നത്. അനുജ സൂചിപ്പിച്ച പോലെ തന്നെ 2013 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കെയാണ് ഈ സംസ്ഥാനങ്ങളുടെ വിഹിതം 50% വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചത്. അത് വലിയ തോതിൽ തന്നെ ചർച്ചയാവുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് 2014 BJP സർക്കാർ രൂപീകരിച്ച നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം ഈ സംസ്ഥാന വിഹിതം 33 തന്നെ നിലനിർത്താനായിരുന്നു അദ്ദേഹം ശ്രമിച്ചത്. ഈ മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമുള്ള ആദ്യ ബജറ്റിൽ ധനകമ്മീഷൻ മുന്നോട്ട് വെച്ച ശുപാർശ എന്നുള്ളത് 42% സംസ്ഥാന വിഹിതം ഉയർത്തണമെന്നായിരുന്നു റിപ്പോർട്ട്. ഇത് കുറയ്ക്കാനുള്ള ഇടപെടലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അദ്ദേഹം മറ്റ് ഈ BVR സുബ്രഹ്മണ്യം അടക്കമുള്ളവരെ ചർച്ചയ്ക്കായി ചുമതലപ്പെടുത്തിയെങ്കിലും അതിന് വഴങ്ങാൻ തയ്യാറായില്ല ധനകമ്മീഷൻ എന്നുള്ളതാണ്. തുടർന്ന് കേന്ദ്ര ബജറ്റ് 2 ദിവസത്തിനകം തയ്യാറാക്കേണ്ട സാഹചര്യമുണ്ടായി. കൂടാതെ മറ്റ് ക്ഷേമ പദ്ധതികളുടെ, പ്രത്യേകിച്ചും വനിതാ ക്ഷേമത്തിനായി നീക്കിവെച്ച തുകയിൽ കുറവ് വരുത്തേണ്ടതായി വന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. ഈ ഒരു യൂട്യൂബിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ സെമിനാറിന്റെ വീഡിയോ പുറത്തു വന്നെങ്കിലും അത് കൂടുതൽ പ്രചരണം നേടിയിരുന്നില്ല. എന്നാൽ ഈ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുകയാണ് ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചത്. കേന്ദ്ര സർക്കാരുമായി അന്വേഷണം നടത്തിയപ്പോൾ അതിൽ പ്രതികരണം ലഭിച്ചില്ല എങ്കിൽ പോലും രേഖകൾ പരിശോധിച്ചപ്പോൾ ഇത് ശരിവെക്കുന്നതാണ് രേഖകൾ ബോധ്യപ്പെട്ടത്. മറ്റ് ചില ഉദ്യോഗസ്ഥരും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു എന്നാണ് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് വ്യക്തമാക്കുന്നത്. അനുജ, ശരി, പ്രധാനമന്ത്രിയുടെ ഒരു ഇടപെടൽ എങ്ങനെയാണ് ഉണ്ടായത്, നികുതി വിഹിതം സംസ്ഥാനങ്ങളുടേത് വെട്ടിക്കുറയ്ക്കുന്നതിൽ എന്നതിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇതിന്മേലുള്ള കോൺഗ്രസിന്റെ ചില നേതാക്കളുടെയൊക്കെ പ്രതികരണവും പുറത്തു വന്നിട്ടുണ്ട്.
ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. ഇലക്ട്രിക് ബസ് വിഷയത്തിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ തീരുമാനത്തെ തള്ളി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജനങ്ങൾക്ക് ആശ്വാസകരമായ ഒരു സേവനവും നിർത്തലാക്കില്ല. ഒരു മന്ത്രി മാത്രമല്ലല്ലോ മന്ത്രിസഭയിൽ ഉള്ളത് എന്നും മന്ത്രിസഭയല്ലേ ഉള്ളത്, കൂട്ടായി തീരുമാനമെടുക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതൊക്കെ നയപരമായ തീരുമാനം തന്നെ എടുത്ത് ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സേവനത്തിൽ ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതാ കാര്യം. മന്ത്രി പറഞ്ഞ കാര്യം ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ടല്ലേ പരിശോധിക്കട്ടെ, നിങ്ങൾ അതിൽ വേദനാവണ്ട. പക്ഷെ സേവനം ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തരത്തിലേക്ക് തിരിച്ചു പോക്കുണ്ടാവില്ല. അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സിറ്റി സർക്കുലർ ബസ്സുകൾ ലാഭത്തിലാണെന്നും ഇലക്ട്രിക് ബസ്സുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നത് ഇടതുമുന്നണി നയമാണെന്നും VK പ്രശാന്ത് MLAയും പറഞ്ഞു. അല്ല, തീർച്ചയായിട്ടും ഇത് ഇലക്ട്രിക് വാഹനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. അത് നയപരമായി LDFന്റെ ഒരു തീരുമാനമല്ല. അപ്പോൾ അതിന്റെ ലാഭനഷ്ട സാധ്യതകളെ സംബന്ധിച്ചാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അത് അദ്ദേഹം വ്യക്തമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ വേണ്ടി കഴിയും. അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെന്ന് ഞങ്ങളാരും സംശയിക്കുന്നില്ല. അദ്ദേഹം KSRTCയെ മെച്ചപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഓരോന്നായിട്ട് അദ്ദേഹം അനലൈസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഞാൻ പ്രകടിപ്പിച്ച ഒരു കൺസേൺ നഗരവാസികളുടെ ഒരു കൺസേൺ ആണ്. അവരിപ്പോൾ ധാരാളമായിട്ട് ഇലക്ട്രിക് വാഹനങ്ങളെ ആശ്രയിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് ഒഴിവാക്കുന്നത് അവരെ സംബന്ധിച്ച് പ്രയാസമായിരിക്കും. അത് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഹരികൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഹരികൃഷ്ണൻ, ഇന്നലെയാണ് കെ ബി ഗണേഷ് കുമാർ ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ടൊരു പരാമർശം നടത്തിയത്. അതാണ് വിവാദമായി മാറിയത്. നമുക്കറിയാം, നഗരത്തിൽ മലിനീകരണം കുറയ്ക്കുന്നതുമൊക്കെ ലക്ഷ്യമിട്ടാണിത് നടപ്പാക്കിയത്. പക്ഷേ അത് മുന്നോട്ട് പോകില്ല എന്ന തരത്തിലേക്ക് ഇന്നലെ മന്ത്രി പ്രസ്താവന നടത്തുമ്പോൾ ഇന്ന് അതിനെതിരെ എത്തുന്നത് ഭരണകക്ഷിയിൽ തന്നെ പെട്ട MLA ആണ് ആദ്യം. അതിനുശേഷം ഇപ്പോൾ CPIM സെക്രട്ടറിയും ആ വാദത്തെ തള്ളുകയാണ്. അതായത് ഗതാഗത മന്ത്രിയുടെ പരാമർശം അത് തെറ്റിപ്പോയിട്ടുണ്ട്, ഇലക്ട്രിക് ബസ്സുകൾ നിർത്തലാക്കില്ല എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ലേ? ഗതാഗത മന്ത്രിയുടെ പ്രതികരണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പും നമുക്ക് ഈ ഘട്ടത്തിലുണ്ടല്ലോ. അനുജ, അങ്ങനെ തന്നെ വേണം കരുതാൻ. അതായത് ഗതാഗത മന്ത്രിയുടെ ഈ നിലപാട് ഇലക്ട്രിക് ബസ്സുകൾ ഇനി വാങ്ങില്ല, അതേപോലെ തന്നെ ഈ സേവനങ്ങൾ ഇനി നഷ്ടത്തിൽ ഓടിക്കാൻ സാധിക്കില്ല, 10 രൂപ ചാർജിൽ ഓടിക്കാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു നിലപാട് മാറ്റം, അല്ലെങ്കിൽ അതിൽ നിലപാട് വ്യക്തമാക്കുകയാണ് CPM എന്ന് വേണം പറയാൻ. ഈ കെ ബി ഗണേഷ് കുമാറിന്റെ അക്ഷരാർത്ഥത്തിൽ ഈ നിലപാടിൽ തള്ളിയെന്ന് തന്നെ വേണം പറയാൻ. അതിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമായി പറയുന്നുണ്ട്, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സേവനവും നിർത്തലാക്കാൻ കഴിയില്ല. ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിക്കുക അല്ലെങ്കിൽ അതിൽ സേവനം ഉറപ്പാക്കുക എന്നുള്ളത് LDFന്റെ തന്നെ ഒരു നയപരമായ തീരുമാനമാണ് എന്നുള്ളതാണ്. ഈ ഗതാഗത മന്ത്രിയുടെ ഇത്തരത്തിലൊരു പരാമർശം വന്നതിനു പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് VK പ്രശാന്ത് MLA ഒരു പരോക്ഷ വിമർശനം ഉയർത്തുന്നത്. അതായത് നഗരത്തിൽ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിക്കുക എന്നുള്ളത് LDFന്റെ ഒരു നയപരമായ തീരുമാനമാണ്, അത് മലിനീകരണം കുറയ്ക്കുക എന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിന്റെ പുറത്താണ് അത്തരത്തിൽ എടുത്തത് എന്നുള്ളത്. മുൻമന്ത്രി ആന്റണി രാജുവും ഇതേ തരത്തിൽ ഇതൊരു ലാഭകരമായ പദ്ധതിയാണെന്നുള്ള തരത്തിൽ അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു. അതാണ് പുതിയ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ നഷ്ടത്തിലാണ്, 10 രൂപയ്ക്ക് ഇത് ഓടിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിലേക്ക് എത്തിയത്. ഏതായാലും ആ നിലപാടിനെ അക്ഷരാർത്ഥത്തിൽ CPM തള്ളുകയാണ് എന്ന് തന്നെ വേണം പറയാൻ. ആദ്യം ഇതിൽ വിമർശനം ഉയർത്തിയത് വട്ടിയൂർക്കാവിന്റെ MLA ആയ VK പ്രശാന്താണ്. ഇതിന് പിന്നാലെ പാർട്ടി സെക്രട്ടറി തന്നെ ഇതിലൊരു നിലപാടെടുക്കുന്നു, LDFന്റെ നയപരമായ തീരുമാനമാണ് എന്ന് പറയുന്നു. നിലവിൽ ഇനി 950 ബസ്സുകൾ കൂടി ഈ കേന്ദ്ര പദ്ധതി പ്രകാരം തിരുവനന്തപുരത്തിന് കിട്ടാനുണ്ട്, സിറ്റിക്ക് കിട്ടാനുണ്ട്. അത്തരത്തിൽ ഈ പദ്ധതി ഈ ഗതാഗത മന്ത്രിയുടെ നിലപാട് അനുസരിച്ച് ഇല്ലാതാക്കുകയാണെങ്കിൽ ആ പദ്ധതി തന്നെ ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം വരും. അതും ഈ പറയുന്നത് പോലെ LDFന്റെ ഒരു തീരുമാനത്തിന്റെ പുറത്ത് എടുത്തൊരു തീരുമാനമാണ്, അതായത് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുക എന്നുള്ളത്. ഇനി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങില്ല എന്നൊരു പരാമർശം കെ ബി ഗണേഷ് കുമാർ മുന്നോട്ട് വെക്കുമ്പോൾ അത് ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാകാം ഇപ്പോൾ പാർട്ടി സെക്രട്ടറി തന്നെ ഇതുപോലൊരു നിലപാടെടുത്തിരിക്കുന്നത് CPM ഈ ഗണേഷ് കുമാറിന്റെ ഈ വാദത്തെ തള്ളുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി ഗതാഗത മന്ത്രിയുടെ പ്രതികരണം എന്ത് എന്നതാണ് അറിയാനുള്ളത്. ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവിലേക്കാണ് ഇനി. ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിൽ കീഴടങ്ങാൻ സാവകാശം തേടി പ്രതികൾ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. ഉടൻ കീഴടങ്ങണമെന്നാണ് ഉത്തരവ്. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, നേരത്തെ ഈ ഉത്തരവ് പുറപ്പെടുവിച്ച അതേ ബെഞ്ച് തന്നെയാണ് പ്രതികളുടെ ഹർജിയും പരിഗണിച്ചത്. ഈ പ്രതികളെ വെറുതെ വിട്ടത് റദ്ദാക്കിയ ആ ഉത്തരവ് പുറപ്പെടുവിച്ച അതേ ബെഞ്ച് തന്നെ. എന്താണെന്ന് കോടതി വ്യക്തമാക്കിയത്? ഇതിനോടകം തന്നെ 2 ആഴ്ചത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണോ അതിൽ പ്രധാനം?
അനുജ, ഈ ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിൽ അന്തിമ വിധി പ്രസ്താവിക്കുമ്പോൾ അതിൽ കോടതി നിർദ്ദേശിച്ചിരുന്നത് ഈ 11 പ്രതികളോടും ജനുവരി 21-നകം ജയിലിൽ കീഴടങ്ങാനാണ്. എന്നാൽ ഈ ഒരു ഉത്തരവിൽ ഈ സാവകാശം തേടിക്കൊണ്ടാണ് ഹർജി പ്രതികൾ 3 പ്രതികൾ സുപ്രീം കോടതിയിൽ സമീപിച്ചത്. 6 ആഴ്ചത്തെ സാവകാശമാണ് ഇതിലൂടെ തേടിയത്. മാതാപിതാക്കളെ പരിചരിക്കാൻ മറ്റാരുമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയും ഒപ്പം തന്നെ ഈ വിളവെടുപ്പ്, അതുപോലെ മകന്റെ വിവാഹം എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു 3 പ്രതികൾ ഹർജി നൽകിയത്. ഈ ഹർജി പരിഗണിക്കുമ്പോൾ ജസ്റ്റിസ് BV നാഗരത്ന പറഞ്ഞത് മതിയായ കാരണമൊന്നും ഈ ഹർജിയിലില്ല, അതുകൊണ്ട് തന്നെ തള്ളുന്നു എന്ന ഒരൊറ്റ വാചകം കൊണ്ട് തന്നെ ഈ ഹർജി പൂർണ്ണമായും സുപ്രീം കോടതി തള്ളുകയാണ് ഉണ്ടായത്. ഒപ്പം തന്നെ ഈ 11 പ്രതികളോടും ജയിലിൽ കീഴടങ്ങാനുള്ള കർശന നിർദ്ദേശവും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ ഈ ബിൽക്കിസ് ബാനുവിൻ്റെ കേസിൽ അന്തിമ വിധി പ്രസ്താവിക്കുന്ന സമയത്ത് കോടതി നിരീക്ഷിച്ചിരുന്ന ഒരുപാട് ഗുരുതരമായിട്ടുള്ള കാരണങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് ഗുജറാത്ത് സർക്കാർ വരുത്തിയ വീഴ്ചകളാണ്. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു പ്രതികളെ ജയിൽ മോചിതരാക്കി എന്നുള്ള ഒരു സുപ്രധാന കാര്യം അന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. ഒപ്പം തന്നെ അതിലൊരു പ്രതി കോടതിയെ സമീപിക്കുമ്പോൾ തെറ്റിദ്ധാരണ പരത്തുന്ന തെളിവുകളാണ് ഹാജരാക്കിയതെന്നടക്കം നിരീക്ഷിച്ചു. അതേ ബെഞ്ച് തന്നെയാണ് ഇന്ന് ഈ പ്രതികളുടെ ഹർജിയും തള്ളിയിരിക്കുന്നത്. ഞായറാഴ്ച തന്നെ പ്രതികൾ കീഴടങ്ങണമെന്നതാണ് കോടതിയുടെ ഉത്തരവ്. ടി സിദ്ദിഖ് MLAയുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്ന് സംഭവിച്ചതെന്ന് എന്നത് പരിശോധിക്കാം. തട്ടിപ്പിൽ തെളിവ് തേടി. കോഴിക്കോട് സ്വിസ് ബാങ്ക് തട്ടിപ്പ് കേസിൽ കർശന നടപടികളിലേക്ക് കടന്നു പോലീസ്. സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ടി സിദ്ദിഖ് MLAയുടെ ഭാര്യയുമായി ഷറഫുന്നീസ ഉൾപ്പെടെ 5 പേരാണ് പ്രതികൾ. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് കോടികൾ പിരിച്ച് നിക്ഷേപകരെ വഞ്ചിച്ചുവെന്നാണ് കേസ്. എന്തടിസ്ഥാനത്തിലാണ് തന്നെ പ്രതി ചേർത്തതെന്ന് അറിയില്ലെന്ന് ഷറഫുന്നീസ 24നോട് പറഞ്ഞു. സ്ഥാപനത്തിൽ നിന്ന് നേരത്തെ തന്നെ രാജിവെച്ചിരുന്നു. താൻ വഴി സ്വീകരിച്ച നിക്ഷേപങ്ങൾ മടക്കി നൽകിയെന്നും ഷറഫുന്നീസ വിശദീകരിച്ചു. പരാതി ഉണ്ടായാൽ നമ്മൾ സ്വാഭാവികമായിട്ട് വിളിക്കുമല്ലോ. ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്, അങ്ങനെ ഒരു വിളിയും വന്നിട്ടില്ല. ഡിസംബർ 2028 ഞാൻ അവിടുന്ന് ഇറങ്ങുന്നത്. രണ്ട് അതിന് മുമ്പ് 5 മാസം മുമ്പ് ഞാൻ ഇറങ്ങിയത്. പക്ഷെ റിസൈൻ ലെറ്റർ കൊടുത്ത മെയിൽ വഴി അയച്ചത് 8 ഡിസംബർ 2022. ഡയറക്ടർ ബോർഡ് മെമ്പറും ആയിരുന്നില്ല. അവർ ഓഫർ ലെറ്റർ തന്നിട്ട് ജോലിക്ക് പോയതാ. പക്ഷെ അവിടെ എത്തിയപ്പോ അങ്ങനെ ഒരു ഓഫർ ലെറ്ററിലുള്ള ജോലി ആയിരുന്നില്ല, അവർ പറഞ്ഞ സാലറി ആയിരുന്നില്ല. ഞാൻ മാനേജ്മെന്റുമായിട്ട് ഒത്തുപോകാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ സിദ്ദീഖ് അവിടെ വർക്ക് ചെയ്യേണ്ട ഇറങ്ങിച്ചോന്ന് പറഞ്ഞു. പിന്നെ എന്റെ കെയർ ഓഫിൽ ഒരുപാട് ഫണ്ടുകളൊക്കെ വന്നിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവരും തിരിച്ചു വിട്ടിരുന്നു. ഷറഫുന്നീസ ജോലി ചെയ്തിരുന്ന സമയത്ത് ചില നിക്ഷേപങ്ങൾ തിരിച്ചു കൊടുക്കാനുണ്ടെന്നും അതിനുള്ള നടപടികൾ തുടരുകയാണെന്നുമാണ് ടി സിദ്ദിഖ് MLA പ്രതികരിച്ചത്. കേസിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് ടി സിദ്ദിഖ് ആരോപിച്ചു. എൻ്റെ ഭാര്യയെ കൂടി ഉൾപ്പെടുത്തിയെടുത്തതായിരിക്കുന്ന കേസ് അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതവും സത്യസന്ധമല്ലാത്തതും വ്യാജ നിർമ്മിതിയുടെ പുറത്ത് നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയുമാണ്. 2022 ഡിസംബർ 8 പ്രസ്തുത സ്ഥാപനത്തിൽ നിന്നും രാജിവെച്ചതായിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ 2023 നിക്ഷേപം നടത്തിയതിന്റെ ചീറ്റിംഗ് കേസ് എടുത്തത് ഗൂഢാലോചനയുടെ കൃത്യമായ തെളിവാണ്. അന്വേഷണം നടക്കട്ടെ എന്നും കള്ളക്കേസാണെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതി കയറുമെന്നും കെ മുരളീധരൻ MP പ്രതികരിച്ചു. പക്ഷേ ഞങ്ങൾ പറയുന്ന അന്വേഷിച്ചിട്ട് ആ അന്വേഷണത്തിൽ ഇതൊക്കെ തെറ്റാണെന്ന് കണ്ടാൽ കേസ് രജിസ്റ്റർ ചെയ്തവൻ നാളെ കോടതി വരേണ്ടി വരും. അത് കോടതി ഞങ്ങൾ കയറ്റും. അല്ലാതെ ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയമായിട്ട് എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ നിയമപരമായിട്ട് തന്നെ നേരിട്ടോളാം. കള്ളക്കേസ് ഉണ്ടാക്കുന്നവരെ ഞങ്ങൾ കോടതി കയറ്റിയിരിക്കും. ഭാവിയിൽ ജയിലിലും കയറ്റും. ഷഹദ് റഹ്മാൻ വിശദാംശങ്ങളുമായി. ഷഹദ്, ഈ തട്ടിപ്പ് നടന്നു എന്ന് പറയുന്ന സമയത്തിനും വളരെ മുൻപ് തന്നെ ജോലി രാജിവെച്ചിരുന്നു എന്നൊരു വാദമുഖം ഷറഫുന്നീസ ഉന്നയിക്കുന്നു. ടി സിദ്ദിഖും അത് പറയുന്നത് നമ്മൾ കേട്ടു. ആ തരത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ തന്നെ ഈ കേസിനെ നേരിടാം എന്നുള്ളതാണോ അവരുടെ നിലപാട്?
തീർച്ചയായും അനുജ, ആ ഒരു നിലപാടിലാണ് ഈ ഷറഫുന്നീസയും ഒപ്പം തന്നെ ഷറഫുന്നീസയുടെ ഭർത്താവായിട്ടുള്ള ടി സിദ്ദിഖ് MLAയും മുന്നോട്ട് പോകുന്നത്. കാരണം ഇത് ആദ്യഘട്ടത്തിൽ വെറും ഒരു തട്ടിപ്പ് മാത്രമായിരുന്നു. കാരണം ഇത്തരത്തിൽ വലിയ തുക പലരിൽ നിന്നായിട്ട് വാങ്ങുന്നു, പിന്നീട് ഈ കമ്പനിയുടെ ഓണർമാർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, ഈ സ്ഥാപനങ്ങളുടെ പല ബ്രാഞ്ചുകളും അടഞ്ഞു കിടക്കുന്നു എന്ന രീതിയിൽ വ്യാപകമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ് എന്ന നിലയിലായിരുന്നു ആദ്യഘട്ടത്തിൽ 24 ഈ വാർത്ത പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീടാണ് ഇപ്പോൾ ഇത് രാഷ്ട്രീയപരമായി ഈ കേസ് വലിയ രീതിയിൽ ഒരു മാറ്റം സംഭവിച്ചിട്ടുള്ളത്. കാരണം ഇതിൽ ടി സിദ്ദീഖിന്റെ ഭാര്യ കൂടി ഉൾപ്പെട്ടു എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസമാണ്, അതായത് ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ടി സിദ്ദീഖിന്റെ ഭാര്യയെ 4ാമത്തെ പ്രതിയായിട്ട്, അതായത് വഞ്ചനാ കുറ്റത്തിന് കേസ് ചുമത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ടി സിദ്ദീഖ് തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പരാതിക്കൊക്കെ മുൻപ് തന്നെ, ഈ പരാതിക്ക് ആധാരമായ സംഭവങ്ങൾക്ക് മുൻപ് തന്നെ തങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഈ ഷറഫുന്നീസ ഈ സ്ഥാപനത്തിൽ നിന്നും രാജിവെച്ചിട്ടുണ്ട്. കാരണം ഇവർ വിചാരിച്ച രീതിയിലല്ല ഈ സ്ഥാപനത്തിന്റെ പോക്ക് എന്ന് മനസ്സിലാക്കിയാണ് ഇത്തരത്തിൽ ഈ സ്ഥാപനത്തിൽ നിന്നും രാജിവെച്ചത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് തനിക്ക് ഇതിൽ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. കൂടാതെ ഈ സ്ഥാപന ഉടമ എന്ന തരത്തിലാണ് ഇപ്പോൾ ടി സിദ്ദീഖിന്റെ ഭാര്യയുടെ പേര് പലയിടങ്ങളിലും കാണുന്നത്. എന്നാൽ അത്തരത്തിലൊരു ബന്ധമില്ല, താനും അവിടുത്തെ ഒരു ജീവനക്കാരി മാത്രമായിരുന്നു എന്നൊരു വാദമുഖമാണ് പ്രധാനമായിട്ടും ഈ ഷറഫുന്നീസയും ഒപ്പം തന്നെ ഷറഫുന്നീസയുടെ ഭർത്താവായിട്ടുള്ള ടി സിദ്ദീഖ് MLAയും പറയുന്നത്. എന്നാൽ അതേ സമയത്ത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഇത്തരത്തിലൊരു കേസ് എന്ന ആരോപണത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ ടി സിദ്ദീഖ്, മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. കാരണം ടി സിദ്ദീഖ് MLAയുടെ ഭാര്യ ആയതുകൊണ്ട് ഇതിനെ രാഷ്ട്രീയമായി മുതലെടുക്കുകയാണ്. അത്തരത്തിൽ മുതലെടുക്കുകയാണെങ്കിൽ അതിനെ രാഷ്ട്രീയപരമായും ഒപ്പം തന്നെ നിയമപരമായും നേരിടാനാണ് തങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. കാരണം സംസ്ഥാനത്തുടനീളം ഏകദേശം 3000-ലധികം ആളുകളെ ഇത്തരത്തിൽ ഒരു തട്ടിപ്പിൽ ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട് ജില്ലയിൽ മാത്രം ഏകദേശം 100ഓളം ആളുകൾ ഇത്തരത്തിൽ ഇതിനിരയായിട്ടുണ്ട്. കോഴിക്കോട് നടക്കാവ് പോലീസിൽ ഏകദേശം 20ഓളം പേരാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് പല രീതിയിൽ പല തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. രാഷ്ട്രീയപരമായും ഒപ്പം തന്നെ പാവപ്പെട്ട സാധാരണക്കാരുടെ പോലീസ് ഈ വിഷയത്തിൽ എങ്ങനെയാണ് അന്വേഷണം നടത്തുന്നത്? ഇന്നിപ്പോൾ ചില പരിശോധനകളൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നല്ലോ. തീർച്ചയായും ഇതിന്റെ ഒരു നടക്കാവിലെ ഒരു ശാഖയിൽ ഇന്ന് പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അവിടെ നിന്നും കാര്യമായിട്ടൊന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. കാരണം കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ പാർട്ട്ണർമാർ അല്ലെങ്കിൽ ഇതിന്റെ സ്ഥാപന ഉടമകൾ അവരെല്ലാവരും തന്നെ ഒളിവിലാണ് എന്നൊരു കാര്യമാണ് പ്രധാനമായിട്ടും പോലീസ് പറയുന്നത്. എങ്കിൽ പോലും ഇത് ഈ കേസിന് മറ്റൊരു മാനം കൂടി വന്ന പശ്ചാത്തലത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നടക്കാവ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അടുത്ത ദിവസങ്ങളിൽ ഇത് കൂടുതലിടങ്ങളിലേക്ക് ഇതിന്റെ പരിശോധനകൾ വ്യാപിപ്പിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അനുജ, കോഴിക്കോട് സ്വിസ് ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇപ്പോൾ ടി സിദ്ദീഖ് MLAയുടെ പ്രതികരണം, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പ്രതികരണം ഉണ്ടായത്. പോലീസ് പരിശോധനകൾ നടത്തുന്നു, നടപടികൾ കടുപ്പിച്ചിരിക്കുന്നു. ഈ സാമ്പത്തിക ലോകത്തു നിന്നുള്ള വാർത്തകൾ മാർക്കറ്റ് വ്യൂവുമായി ക്രിസ്റ്റീന ചെറിയ. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. വാരാന്ത്യത്തിൽ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ച വിപണികൾ. ക്ലോസിംഗിൽ സെൻസെക്സ് 496, നിഫ്റ്റി 160 പോയിന്റ് ഉയർന്നു. FMCG, ഓയിൽ ആൻഡ് ഗ്യാസ് ഓഹരികൾ നേട്ടത്തിൽ. വരാനിരിക്കുന്ന പാദഫലങ്ങൾ വരുന്ന ആഴ്ച നിർണായകമാകും. വിപണികളിൽ നാളെ പ്രത്യേക ട്രേഡിംഗ്. IPO സബ്സ്ക്രിപ്ഷനുകൾ പെരുപ്പിച്ചു കാട്ടാനുള്ള കമ്പനികളുടെ ശ്രമം തടഞ്ഞ സെബി. കമ്മീഷൻ വാങ്ങിയുള്ള മ്യൂൾ അക്കൗണ്ടുകളും കണ്ടെത്തിയെന്ന് സെബി. അടുത്ത ബോർഡ് മീറ്റിംഗിൽ ഡീലിസ്റ്റിംഗ് ചട്ടക്കൂട് പുനഃപരിശോധിക്കാനുള്ള തീരുമാനം ചർച്ച ചെയ്യില്ലെന്ന് വിശദീകരണം. വരാനിരിക്കുന്ന iPhone 16-ൽ ആംഗ്യാധിഷ്ഠിത ക്യാമറ ഫീച്ചർ ഉണ്ടാകുമെന്ന് റിപ്പോർട്ട്. ഫോൺ എത്തുന്നത് പുതിയ ക്യാപ്ചർ ബട്ടണോടെ. ക്യാപ്ചർ ബട്ടൺ ഉപയോഗിച്ച് ക്യാമറ സൂം ചെയ്യാനും ആംഗ്യം ഉപയോഗിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യാനുമാകും. സ്വകാര്യ കോച്ചിംഗ് സെന്ററുകൾക്ക് മാർഗനിർദ്ദേശം നൽകി കേന്ദ്രം. 16 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകരുതെന്ന് നിർദ്ദേശം. റാങ്കും മികച്ച മാർക്കും ഉറപ്പെന്ന തരത്തിൽ പരസ്യം നൽകരുതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. അമിത ഫീസ് ഈടാക്കിയാൽ 1 ലക്ഷം രൂപ വരെ പിഴ.
കേരളത്തിൽ പ്രതീക്ഷയായി 16ാം ധനകാര്യ കമ്മീഷൻ വരുന്നു. അരവിന്ദ് പനഗാരിയ മുൻ നീതി ആയോഗ് ചെയർമാനും അതേപോലെ തന്നെ കൊളംബിയ യൂണിവേഴ്സിറ്റി ഇക്കണോമിക്സ് പ്രൊഫസറുമായ അരവിന്ദ് പനഗാരിയയാണ് അതിന്റെ ചെയർമാൻ. കേന്ദ്ര വിഹിതം, കടമെടുപ്പ് എന്നീ വിഷയങ്ങളിൽ കേരളം എപ്പോഴും പരാതി പറയാറുണ്ട്. പക്ഷേ 16ാം ധനകാര്യ കമ്മീഷൻ വരുന്നതോടെ ഇക്കാര്യങ്ങൾക്കൊരു പരിഹാരമാകുമെന്നാണ് പറയപ്പെടുന്നത്. മറ്റൊന്ന്, വൻതോതിൽ ഡിസ്കൗണ്ടിൽ റഷ്യ നമുക്ക് എണ്ണ തരുന്നു എന്നതാണ്. കഴിഞ്ഞ വർഷം ചരിത്രത്തിൽ ആദ്യമായി നമ്മൾ ഒപെക് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. റഷ്യയിൽ നിന്നാണ് കൂടുതൽ എണ്ണ വാങ്ങിയത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലാഭമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മറ്റൊന്ന്, കേരള പ്ലാന്റേഷൻ എക്സ്പോ നടക്കുകയാണ് നാളെ മുതൽ കൊച്ചിയിൽ. B2B മീറ്റുമുണ്ട്. പ്ലാന്റേഷൻ മേഖലയിലെ ബിസിനസ് ടു ബിസിനസ് മീറ്റും ഇതിൽ നടക്കുന്നതായിരിക്കും. വ്യവസായ വകുപ്പിന് കീഴിലാണ് ഈ എക്സ്പോ നടക്കുന്നത്. ഇനി നമ്മൾ ഓഹരി വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, തുടർച്ചയായ സെഷന് ശേഷം ഓഹരി വിപണി ഇന്ന് നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നാളെ പ്രത്യേക ട്രേഡിംഗ് സെഷനുമുണ്ട്. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 160 പോയിന്റ് ഉയർന്ന് 21,622 വ്യാപാരം അവസാനിപ്പിച്ചത്. ബാങ്ക് നിഫ്റ്റി നേരിയ ഒരു നഷ്ടത്തിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്, 12 പോയിന്റ് താഴ്ന്ന്. നാളെ ICICIയും കോട്ടാക്കും അടക്കമുള്ള സ്ഥാപനങ്ങളുടെ റിസൾട്ട് വരാനിരിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റി ഇന്ന് ഒരു താഴ്ചയിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി സെൻസെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 71,683 ആയിരുന്നു ഇന്ന് ക്ലോസിംഗ്. 496 പോയിന്റ് ഉയർന്നാണ് ഇന്ന് ക്ലോസിംഗ് സംഭവിച്ചിരിക്കുന്നത്. ഇനി US ഡോളർ നോക്കിയാൽ ഇന്ന് ഡോളർ കരുത്താർജിച്ച കാഴ്ചയെ നമ്മൾ കണ്ടു. 10 പൈസ വ്യത്യാസത്തിലാണ് ഇന്ന് ഡോളർ രൂപ വ്യാപാരം നടന്നത്. നമുക്ക് അതിഥിയുണ്ട്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോൾ തോമസ്, DBFS ആണ്. ശ്രീ പോൾ തോമസ്, ഗുഡ് ഈവനിങ്. നാളെ ഒരു പ്രത്യേക ട്രേഡിംഗ് സെഷൻ നടക്കാനിരിക്കുന്നു. ICICI ബാങ്ക് ഉൾപ്പെടെയുള്ളവയുടെ റിസൾട്ട് വരാനിരിക്കുന്നു. ഇന്നിപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ റിസൾട്ട് വരാനിരിക്കുന്നു. പക്ഷേ ഒരു വിൽപ്പന സമ്മർദ്ദം ഇന്ന് റിലയൻസ് ഓഹരികളിൽ കാണുകയും ചെയ്തു. അതേസമയം തന്നെ ഈ ബാങ്ക് ഓഹരികൾ അത് ചെറിയ താഴ്ചയിലാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നാളത്തെ പ്രത്യേക ട്രേഡിംഗ് പ്ലസ് അടുത്ത ആഴ്ച എങ്ങനെയായിരിക്കും വിപണി? മാർക്കറ്റ് ഇന്ന് സത്യം പറഞ്ഞാൽ നല്ലൊരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. കാരണം എന്താ പറഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നിഫ്റ്റി 150 പോയിന്റ് മുകളിലായിരുന്നു. അതിനുശേഷം ഒരു നിശ്ചിത റേഞ്ചിൽ, അതായത് 95 പോയിന്റിന്റെ റേഞ്ചിലാണ് നിഫ്റ്റി ഇന്ന് മൂവ് ചെയ്തത്. താഴോട്ട് 21,575 അതുപോലെ മുകളിലേക്ക് 21,670 ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഏകദേശം ഇതിന്റെ മിഡിലിൽ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണ് ഇന്ന് ചെയ്തത്. 160 പോയിന്റിന്റെ നേട്ടം ഇന്നുണ്ടാക്കി. അത് നല്ലൊരു മാർക്കറ്റാണ് ഇന്ന് കാഴ്ചവെച്ചത്. വോളറ്റിലിറ്റിയും കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. ഇത് പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു റിസൾട്ട് മാർക്കറ്റ് എല്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്. റിലയൻസിൻ്റെ ഓഹരിയിലും ഇന്ന് അത് പ്രകടനമായിരുന്നു. കാരണം ഫ്ലാറ്റ് ആയിട്ടാണ് റിലയൻസിൻ്റെ ഓഹരി ഇന്ന് ക്ലോസ് ചെയ്തത്. അത് 2,734 റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കാരണം അത് തന്നെയാണ്. അതുപോലെ ബാങ്കുകൾ ഇന്ന് ഓൾമോസ്റ്റ് ബാങ്ക് നിഫ്റ്റിയും ഫ്ലാറ്റ് ആയിരുന്നു. അതിൻ്റെയും കാരണം നാളെ ICICI ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക് തുടങ്ങി ബാങ്കുകളുടെ ഒക്കെ റിസൾട്ടുകൾ വരാനുണ്ട്. അപ്പോൾ അടുത്ത തിങ്കളാഴ്ചത്തെ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇതിനെ എല്ലാം കൂടെ ഉള്ളൊരു ട്രേഡിംഗ് ആണ്. പക്ഷേ അതിന് പുറമെ നാളെ ഒരു സ്പെഷ്യൽ ട്രേഡിംഗ് 9:15 തൊട്ട് 10 മണി വരെയും അതുപോലെ 11:30 തൊട്ട് 12:30 വരെയും 2 ട്രേഡിംഗ് സെഷനായിട്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ DR സൈറ്റുകൾ ടെസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ലൈവ് ട്രേഡിംഗ് ആണ്. അതിനകത്ത് നമുക്ക് ബൈയും സെല്ലും ഒക്കെ റിയലായിട്ട് ക്ലയൻസിനെ ചെയ്യാൻ സാധിക്കും. അപ്പം അതിനകത്ത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ റിസൾട്ടിൻ്റെ കാര്യങ്ങൾ നാളത്തെ ട്രേഡിങ്ങിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇന്ന് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ റിസൾട്ട് വന്നിരുന്നു. പ്രതീക്ഷയ്ക്കൊപ്പം അത് വന്നില്ല. നെറ്റ് പ്രോഫിറ്റ് ഏകദേശം ഫ്ലാറ്റായിട്ടും അതുപോലെ റവന്യൂ അല്പം താഴെയുമായിട്ടാണ് അതിൻ്റെ റിസൾട്ട് വന്നത്. ബിലോ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. ഇതൊക്കെയാണ് ഇന്ന് മാർക്കറ്റിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. IT സ്റ്റോക്സിനെ സംബന്ധിച്ചോളം നിഫ്റ്റി IT 1% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് IT സ്റ്റോക്സിൽ കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നുമില്ല, അതും പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുന്നു. പക്ഷേ റെയിൽവേ സ്റ്റോക്സ് RVNL, ടെക്സ് റെയിൽ, ഇർക്കോൺ, IRCTC, IRFC മുതലായ ഷെയറുകളെല്ലാം തന്നെ 6% മുതൽ 20% വരെ ഉയർന്നാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. ശരി, താങ്ക് യു ശ്രീ പോൾ തോമസ്. എന്തായാലും വാരാന്ത്യത്തിൽ വിപണി നല്ല പ്രകടനം കാഴ്ചവെച്ചാണ് ക്ലോസിംഗിൽ എത്തിയിരിക്കുന്നത്. മാർക്കറ്റ് വ്യൂ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി തിങ്കളാഴ്ച രാവിലെ 9:30. നമസ്കാരം. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS
വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും കേസ്. ജാമ്യം ലഭിച്ചതിന് പിന്നാലെ പൂജപ്പുര ജയിലിന് മുന്നിൽ സ്വീകരണം നടത്തിയതിന് 12 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രതിയാക്കിയാണ് കേസ്. രണ്ടാം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കണ്ടാലറിയുന്ന 200ഓളം പേർക്കെതിരെയും കേസെടുത്തു. നിയമവിരുദ്ധമായി സംഘം ചേർന്ന് ഗതാഗതം തടസ്സപ്പെടുത്തിയെന്നും ക്രമസമാധാനം തകർത്തുവെന്നുമാണ് പൂജപ്പുര പോലീസിന്റെ എഫ്ഐആർ. കേസെന്ന് കേട്ടാൽ പിന്നോട്ടു പോകുന്ന ആളല്ല താനെന്നും 1000 കേസാകുമ്പോൾ ആഹ്ലാദ പ്രകടനം നടത്താമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. MT വാസുദേവൻ നായർ സൂചിപ്പിച്ചതുപോലെ അമിതാധികാരത്തിന്റെ പാരമ്യതയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. 1000 കേസാകുമ്പോൾ ഒന്ന് അറിയിച്ചാൽ മതി. ഈ സെഞ്ചുറിയൊക്കെ അടിക്കുമ്പോൾ ബാറ്റ് ഉയർത്തി കാണിക്കുന്ന പോലെ അന്നേരം എന്തെങ്കിലും ഒരു കൊടിയോ വല്ല ഉയർത്തി കാണിച്ച് അതിൻ്റെ ഒരു ആഹ്ലാദം പങ്കുവയ്ക്കാം. ശ്രീ MT വാസുദേവൻ നായരൊക്കെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് ഒരു സർക്കാർ, സംസ്ഥാനത്തെന്നല്ല ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു സർക്കാർ നടത്തുവാൻ കഴിയുന്ന അമിതാധികാര പ്രയോഗത്തിൻ്റെ പാരമ്യമാണ് പിണറായി. അങ്ങനെ കേസൊന്നും പറഞ്ഞിട്ട് വല്ലാണ്ട് പിണറായി വിജയൻ വരട്ടാമെന്ന് വിചാരിക്കേണ്ട. എടുക്കാവുന്ന കേസുകൾ എടുത്തോളൂ. അതിനൊന്നും നമ്മൾ മാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കേസുകൾ അതിൻ്റെ വഴിക്ക് പോകും, ഞങ്ങളുടെ സമരങ്ങൾ അതിൻ്റെ വഴിക്ക് പോകും. ഈ പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ ഒടുക്കത്തിൻ്റെ തുടക്കമാണ് അവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല. എസ് ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, ആദ്യം ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ്? അതിന്മേലുള്ള പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിൽ നിന്നും സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടാണ് പൂജപ്പുര പോലീസ് 17-ാം തീയതി ഇത്തരത്തിലൊരു കേസെടുത്തത്. കൃത്യമായി ഗൂഢാലോചന നടത്തി ഒരു കലാപാഹ്വാന ശ്രമവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തി, സംഘം ചേർന്നു, ഗതാഗത തടസ്സം സൃഷ്ടിച്ചു, മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ചിത്രമുള്ള ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചു. ഇതിനൊക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സ്വതവേ മാർച്ച് നടത്തുമ്പോൾ ഇത്തരം വകുപ്പുകൾ ഉപയോഗിക്കാറില്ല. ഗതാഗതം തടസ്സപ്പെടുത്തി ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്താലുള്ളത്. എന്നാൽ ഈ ഒരു കേസിൽ മറ്റു വകുപ്പുകളെല്ലാം ചുമത്തിക്കൊണ്ടാണ് കേസ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണവുമായി വരുന്നത്. മുഖ്യമന്ത്രിയുടെ അമിതാധികാര പ്രയോഗമാണ് കാണുന്നത്. 1000 കേസെടുക്കുമ്പോൾ സെഞ്ചുറി ആഘോഷിക്കാമെന്നൊക്കെയാണ് രാഹുൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പരിഹാസം നിറഞ്ഞ രീതിയിലാണ് പറയുന്നത്. സർക്കാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ തുടർച്ചയായി കേസെടുക്കുന്നതിന്റെ ഒരു ഭാഗം കൂടിയാണ് പൂജപ്പുര പോലീസിന്റെ ഒരു കേസ് എന്നുകൂടി നമുക്ക് വിലയിരുത്താം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള പ്രതിഷേധമാണ് പ്രവർത്തകരുടെയും മറ്റും ഭാഗത്തു നിന്ന് നമ്മൾ കേട്ടത്. എന്തായാലും ഇതുകൊണ്ടൊന്നും പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ച പോലെ സാംസ്കാരിക നായകരെയും അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംസ്ഥാന വ്യാപകമായിട്ടുള്ള സെമിനാറുകളും മറ്റ് പ്രതിഷേധ പരിപാടികളെല്ലാം തുടരാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. എന്തായാലും ഈ കേസിനെ നിയമപരമായി നേരിടുമെന്നും യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട്. ശരി, ഞങ്ങളുടെ പ്രതിനിധി AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ്. തിങ്കളാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. കേസിൽ അന്വേഷണം തുടരാൻ ഹൈക്കോടതി അനുമതി നൽകിയ ശേഷം ഇത് 2ാം തവണയാണ് ED നോട്ടീസ് അയക്കുന്നത്. EDയുടെ ശ്രമം ബുദ്ധിമുട്ടിക്കാനെന്നും ഏതുവരെ പോകുമെന്ന് നോക്കട്ടെ എന്നും ഡോക്ടർ ടി എം തോമസ് ഐസക് പ്രതികരിച്ചു. ഇവരിപ്പോൾ മസാല ബോണ്ടിനെ കുറിച്ച് ചോദിച്ചറിയാനെന്നാണ് പറയുന്നത്. 1 വർഷമായിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചതിൻ്റെ അപ്പുറം അറിഞ്ഞതിനപ്പുറം എന്താ ഉള്ളത്? അപ്പോൾ അവർ കോടതിയിൽ പോയിട്ടുണ്ട്. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞു. കിഫ്ബിയുടെ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചിട്ട് കിട്ടാത്ത എന്ത് വിവരം എൻ്റെ നിന്ന് കിട്ടാൻ പോണേ? ഈ 21, 22 എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ തിരക്കിലാണ്. അങ്ങനെ കണ്ടിട്ടൊന്നും ആയിരിക്കില്ല. നമ്മളെ ഹരാസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ്. ശ്യാംകുമാർ വിവരങ്ങളുമായി. ശ്യാംകുമാർ, തിങ്കളാഴ്ച ഹാജരാകില്ല എന്ന് ഡോക്ടർ തോമസ് ഐസക് അറിയിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ എങ്ങനെയായിരിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അനുജ, അഭിഭാഷകരുമായി ആലോചിച്ച ശേഷം കൂടുതൽ തീരുമാനം അറിയിക്കാമെന്നുള്ളതാണ് തോമസ് ഐസക് പറയുന്നത്. ഈ മാസം 12-ാം തീയതി ഹാജരാകാനും ED ഐസക്കിന് നോട്ടീസ് നൽകിയിരുന്നു. അന്നും തോമസ് ഐസക് ഹാജരായിരുന്നില്ല. തുടർന്നാണ് വീണ്ടും ഈ മാസം 22-ാം തീയതി ഹാജരാകാൻ ആവശ്യപ്പെട്ട നോട്ടീസ് നൽകിയിരിക്കുന്നത്. മസാല ബോണ്ട് കിഫ്ബിക്ക് വേണ്ടി ധനസമാഹരണത്തിന് വേണ്ടി മസാല ബോണ്ട് വാങ്ങിയതിൽ ഫെമ ചട്ടപ്രകാരം ലംഘനമുണ്ടെന്നുള്ളതാണ് EDയുടെ കണ്ടെത്തൽ. ഈ സാഹചര്യത്തിൽ ഐസക് ഹാജരായില്ലെങ്കിൽ ED എന്ത് തുടർ നടപടികൾ എടുക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അനുജ, ഡോക്ടർ ടി എം തോമസ് ഐസക് തിങ്കളാഴ്ച ഹാജരാകില്ല EDക്ക് മുന്നിൽ. തുടർ നടപടികൾ അഭിഭാഷകരുമായി കൂടിയാലോചിച്ച് എന്നതാണ് നിലപാട്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്.
സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.